സുരേ ഘോരേതമൂർച്ഛതിരണേ ബലിദൈത്യമായ വ്യാമോഹിതേ സുരഗണേ തുമിഹ വിരാസി. ത്വത്ത സുധാകരണ യോഗ്യ ഫലം പരേഷു ദത്താ ഗതേ ത്വയി സുരേ ഖലുബ്രഹണ്യൻ ഘോരേത മൂർച്ഛതി രണേ ബലിദൈത്യമായ വ്യാമോഹിതേ സുരഗണേ ത്വമിഹ വിരാസി. തത്ത സുധാകരണ യോഗ്യഫലം പരേഷു ദത്താഗരേ ത്വയി സുരേ ഖലുബ്രഹണ്യേ ഘോരേത മൂർച്ഛതി രണേ ബലിദൈത്യമായ വ്യാമോഹിതേ സുരഗണേ ത്വമിഹ വിരാസി. വായിക്കാമോ? വായിച്ചേട്ടെ. ഹരേ കൃഷ്ണ. സുധാഹരണ യോഗ്യഫലം പരേഷു ദത്താഗതേ ത്വയി സുരൈ ഖലു തേ ബൃഹർമൻ ഘോരേതമൂർച്ഛതി രണേ ബലിദൈത്യമായ വ്യാമോഹിതേ സുരഗണേ ത്വമിഹ വിരാസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ത്വത്വാ സുധാഹരണ യോഗ്യഫലം പരേഷു ദത്വാഗതേ ത്വയി സുരൈ ഖലു തേ ബൃഹണ്യൻ ഘോരേതമൂർച്ഛതി രണേ ബലിദൈത്യമായ വ്യാമോഹിതേ സുരഗണേ ത്വമിഹ വിരാസി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ മാതാജി. വായിച്ചോളൂ. ഓം നമോ സുധാഹരണ യോഗ്യഫലം പരേഷു ദത്വാഗതേ ത്വയി സുരേ ഖലു തേ ബൃഹണ്ണൻ ഘോരേതമൂർച്ഛതി രണേ ബലിദൈത്യമായ വ്യാമോഹിതേ സുരഗണേ ത്വമിഹ വിരാസി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഒരാളോട് വായിച്ചോളൂ. ഹരേ മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. തത്വാ സുധാഹരണ യോഗ്യ പരമ്പരേഷു ദത്വാഗതേ ത്വയി സുരേ ഖലു ദേവ്യഗ്രഹണൻ ഘോരധാമൂർച്ഛതി രണേ ബലദൈത്യമായ വ്യാമോഹിതേ സുരഗണേ ത്വമിഹ വിരാസി. ഹരേ കൃഷ്ണ. ഒരു പ്രവചനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കേ. സുധാഹരണയോഗ്യ ഫലം പരേഷു ദത്വാഗതേ ത്വയി സുരൈ ഖലു തേ വിഹൃണ്ണൻ ഘോരേതമൂർച്ഛതി രണേ ബലിദൈത്യമായ വ്യാമോഹിതേ സുരഗണേ ത്വമിഹ വിരാസി. ത്വമിഹ വിരാസി. ഒരുമിച്ചെടുത്തോളൂ. ത്വമിഹ വിരാസി. വിരാസി. ഒരു പ്രവചനം വായിക്കൂ. സുധാഹരണ യോഗ്യഫലം പരേഷു ദത്തോ ഗതേ ത്വയി സുരേ ഖലു തേ ബൃഹണ്യൻ ഘോരേതമൂർച്ഛതി രണേ ബലിദൈത്യമായ വ്യാമോഹിതേ സുരഗണേ ത്വമിഹ വിരാസി. ഹരേ കൃഷ്ണ. ത്വത്ത സുധാകരണ യോഗ്യ ഫലം പരീക്ഷ. ഭഗവാൻ എന്ത് ചെയ്തു? അസുരന്മാരിൽ നിന്നിട്ട് എന്ത് ചെയ്തു? പിന്നെ സുധ എന്ന് പറഞ്ഞ അമൃത് കൊടുത്തു. ദേവന്മാർക്ക് എല്ലാവർക്കും കൊടുത്തു. പക്ഷെ അത് ദൈത്യന്മാർക്ക് സഹിക്കുവോ? ഇല്ല. അസുരന്മാർക്ക് സഹിക്കില്ലല്ലോ. അവരെന്ത് ചെയ്തു? ദത്യാഗതേ ത്വയി സുരേ ഖലു ബ്രഹ്മണ്യൻ. അവരെന്തിനു വന്നു? ദേവന്മാരോട് യുദ്ധത്തിന് വേണ്ടിയിട്ട് വന്നു. ഭയങ്കര ഘോരമായിട്ടുള്ള യുദ്ധം നടക്കുന്നു. ഘോരേതമൂർച്ഛതി രണേ ബലിദൈത്യമായ മഹാബലി എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തനാണ്. ആ ബലിയുടെ ആ മായ കൊണ്ട് എന്തായി? വ്യാമോഹിതേ സുരഗണി. എല്ലാ സുരന്മാരും എന്ത് ചെയ്തു? വ്യാമോഹപ്പെട്ടു, മോഹാലസ്യപ്പെട്ടു അവര് വീഴുവാണെന്നുള്ളതാ. ഇവര് അമൃത് കഴിച്ചു, എന്നാൽ പോലും ബലിയുടെ മായ കൊണ്ട് അവര് തോറ്റു പോവാന്നുള്ളത്. അന്നേരം അവര് എവിടെയാ പിന്നെ പോയിരിക്കുന്നത്? ഭഗവാനെ അഭയം പ്രാപിക്കുവാണ്. അഭയം പ്രാപിക്കുന്ന സമയത്ത് ഭഗവാനെ ആ സമയത്ത് എല്ലാവരും മോഹിച്ച് വീഴുക, മായയിൽ വീഴുക. ബലിയുടെ മായയിൽ വീഴുന്ന സമയത്ത് ഭഗവാൻ എന്തായി? അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത്. എന്താ പറയുന്നത്? ഭക്തന്മാരെ ഭഗവാൻ ഒരിക്കലും കൈപിടിയില്ല. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെ ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എത്തിപ്പെടുമെന്നുള്ളതാണെന്നുള്ളത്.
തത്തസുരാകരണ യോഗ്യ ഫലം പരേഷു ദത്താഗതേ ത്വയ് ഹലുതേ പ്രകടനം. ദൈത്യന്മാരിയ്ക്കോ ഇല്ല, അവർക്ക് അമൃത കിട്ടിയോ ഇല്ലല്ലോ. അതുകൊണ്ട് എന്താ, അവര് ഈ ദേവന്മാരോട് ഘോരമായിട്ടുള്ള യുദ്ധം 12 ദിവസം. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു, കുംഭമേളയുടെ കാര്യം പറഞ്ഞപ്പം പറഞ്ഞു 12 ദിവസമാണ് ഈ യുദ്ധം നടന്നത്, ദേവാസുര യുദ്ധം നടന്നത്. ആ 12 ദിവസം ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഘോരമായിട്ടുള്ള യുദ്ധം നടന്നു എന്നുള്ളത്. കുംഭമേളയുടെ ഇന്നലെ ഞാൻ പറഞ്ഞതും അത് തന്നെയാ. ആ സമയത്ത് എന്ത് ചെയ്തു, ബാക്കി അമൃത് പറഞ്ഞത് ഗരുഡനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അസുരന്മാരെ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വരുണന്റെ എന്ന് പറഞ്ഞ സമുദ്രത്തിൽ കൊണ്ട് താത്തു എന്നുള്ളതാ. ജലത്തിൽ കൊണ്ടുവച്ചു. ആ ജലത്തിൽ 4 സ്ഥലത്തായിരുന്നു വെച്ചത്. അതാണ് പ്രയാഗരാജ്, പിന്നെ നാസിക്, ഉജ്ജയിന്, പിന്നെ ഹരിദ്വാർ. ഈ 4 സ്ഥലത്താണ് വെച്ചത്. ഇപ്പൊ കുംഭമേളയുടെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വർഷത്തിലൊരിക്കലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ അമൃത് വരുമെന്നാ പറയുന്നത്. അമൃത് മാത്രമല്ല, ഹിമാലയത്തിലൊക്കെ ഉള്ള എല്ലാ തപസ്സികളും ഈ ഗുഹയിലൊക്കെ ഇരുന്ന് തപസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആ മഹാത്മാക്കളായിട്ടുള്ള എല്ലാവരുടെയും ദർശനം അവരെല്ലാവരും വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ രാജകീയ സ്നാനം ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെ ആ രാജകീയ സ്നാനം ചെയ്ത് അവരുടെ എല്ലാ പുണ്യ ജലത്തിൽ ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് സാധാരണക്കാരും ആ ദിവസം പോയിട്ട് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്നാനം ചെയ്യുന്നത്. നമ്മളുടെ അതേപോലെ തന്നെ ഭഗവാനും എല്ലാ ദ്വാരകയിലെ ആൾക്കാരും വൃന്ദാവനത്തിലെ ആളുകളും എല്ലാവരും കൂടെ വരുന്നുണ്ടായിരുന്നു സമയത്ത് പഞ്ചകത്തിൽ. നമുക്ക് മുന്നോട്ട് അത് പഠിക്കാനുണ്ട്, സ്നാനം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 വയസ്സുള്ള ആൾക്കാരൊക്കെ, ആ വല്യമ്മമാരൊക്കെ വരുന്ന കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിടിച്ചു കൊണ്ടുവന്നു. അവർക്കൊക്കെ ഇതിനൊക്കെ ഭയങ്കര ഒരു ഇമ്പോർട്ടൻസ് ആണെന്നുള്ളത്. അവർ ഭയങ്കര സാത്വികമായിട്ടുള്ള ആൾക്കാരാണ് ഈ നോർത്ത് ഇന്ത്യൻസ് കൂടുതലും എന്നുള്ളതാണ്. അന്നേരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഒരു കേരളത്തിലെ മൊത്തം ആൾക്കാരെ ഇവിടെ സ്നാനം ചെയ്യാൻ പറ്റുന്ന മീൻസ് അത്രയും നമ്പർ 40 കോടി ജനങ്ങളെ അവർ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുംഭമേളയിൽ 6 വർഷത്തെ ഈ 12 വർഷത്തിൽ ഒരിക്കൽ വരുന്ന കുംഭമേള ഇതാണ് മെയിനായിട്ടുള്ളത്. കുംഭമേള. ആ കുംഭമേളയിൽ അതെന്നുണ്ടെങ്കിൽ 40 കോടി ജനങ്ങളെ അവർ പ്രതീക്ഷിക്കുന്നു. ഒന്ന് ആലോചിച്ച് പോലും. അതേസമയം നമ്മൾ കേരളത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശബരിമല കുറെ കൂടുതൽ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെയും കുറയ്ക്കാൻ നോക്കും. അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിലും അതേപോലെ തന്നെ ആളുകൾ കൂടുമെന്ന് പറഞ്ഞിട്ട് അവരെ കുറയ്ക്കാൻ നോക്കും. പക്ഷെ അവരുടെ ആ മാനേജ്മെന്റ് ഇത്രയും ക്ലിയർ ആയിട്ടുള്ള മാനേജ്മെന്റ് ആണെന്ന് അറിയാമോ. യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലാതെ അവരെല്ലാം മാനേജ് ചെയ്ത് പോകുന്നുള്ളതാണ്. ഭയങ്കര ഒരു ഇതാണ് നോർത്ത് ഇന്ത്യൻസിന്. നമ്മളെക്കാളും ഒക്കെ എത്രയോ ഉപരിയാണ് അവരുടെ ഭഗവാന്റെ കാര്യങ്ങളിലും പൂജാതി കാര്യങ്ങളിലും ഒക്കെ. അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയഭക്തി അല്ല ഉള്ളത്, പ്രേമഭക്തിയാണ് ഭഗവാനോടുള്ളത്. അതുകൊണ്ട് അവരുടെ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കൊണ്ട് ചെന്ന് അത് ഭഗവാന് വെച്ചതിന് ശേഷമേ അവർ പൂജിക്കത്തുള്ളൂ എന്നുള്ളത്. അന്നേരം ആ ഭഗവാന് വെച്ച സമയത്ത് എന്തായി, പ്രസാദമായി കഴിഞ്ഞു. അന്നേരം അതിനകത്ത് എന്തെങ്കിലും കർമ്മബന്ധങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ, പ്രസാദ രൂപേണ നമ്മൾ ഭുജിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കർമ്മബന്ധം നമ്മളെ ഏൽക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ഇസ്കോൺകാർ ഒരു വെള്ളം എടുത്തു കഴിഞ്ഞാൽ പോലും ഭഗവാൻ ആദ്യം കൊണ്ടുവെക്കും. ആ കൊണ്ടുവച്ചതിന് ശേഷം ഒരു തുളസിയില ഇടും. തുളസി ദേവിക്ക് ഭഗവാനാണെന്നുണ്ടെങ്കിൽ വരം കൊടുത്തതാണെന്നുള്ളത്. തുളസിയില ഇടാതെ ഞാൻ ഒന്നും ഭുജിക്കില്ല എന്നുള്ളത്. ആ വെള്ളം പിന്നെ ആ ഒരു ഗ്ലാസ്സിലെ വെള്ളം ഭഗവാന് വെച്ചു. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മൾ അത് എടുത്തിട്ട് എല്ലാ വെള്ളത്തിലും കലർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പോലും പ്രസാദമായി കഴിഞ്ഞു എന്നുള്ളത്. അതായത് അതിന്റെ കർമ്മഫലം നമുക്ക് എത്തില്ല. നമുക്ക് ഇസ്കോൺകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെത്ര ഇതായിട്ട് ഏത് കാര്യത്തിലും അവരത്രയ്ക്കും അടുക്കും ചിട്ടയോടും കൂടിയാ പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇനി ഒരു ഭക്തിയുടെ ഒരു ഹൈയിലൊക്കെ കുറേ ആൾക്കാരെ നമ്മളെപ്പോലുള്ളവരൊന്നും അല്ല, വളരെ ഹൈ ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതിനകത്തെന്നുള്ളത്. അവര് പറയുന്ന സമയത്ത് അവരുടെ മൃത്യു തന്നെ സംഭവിക്കുന്നു. അങ്ങനെയൊക്കെ ഓരോ ഭയങ്കരമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ 700 വയസ്സുള്ള ഒരു സന്യാസിയാണെന്നുണ്ടെങ്കിൽ ഹിമാലയത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിനോട് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്റെ ആയുസ് അളക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിനുള്ള ഈ റിപ്പോർട്ടേഴ്സ് ഒക്കെ ചോദിക്കുന്ന സമയം. അങ്ങനെയൊക്കെ ഒരുപാട് മഹാത്മാക്കൾ ഉണ്ടെന്നുള്ളത്. ആ മഹാത്മാക്കളെല്ലാം കൂടെ ഒരുമിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കുംഭമേള എന്ന് പറയുന്ന സ്ഥലം. അതായത് ഈ അമൃതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കുംഭമേളയുടെ കാര്യം പറയാൻ വന്നതെന്നുള്ളതാണ്. അങ്ങനെ ഇനി ബലിയുടെ മായയില് ദേവന്മാരെല്ലാവരും എന്ത് ചെയ്തു, മോഹാലസ്യപ്പെട്ട് വീഴുന്ന സമയത്ത് ഭഗവാൻ സ്വയം അവിടെ എത്തുന്നു എന്നുള്ളതാണ്. ഇനി അടുത്തത് തം കാല നീമിമതമാലി മുഹാദ്യഗന്ധ ശക്രോജഗാന ബലിജംബവലാ സ്വപാഹാത് ശുഷ്കാദ്ര ദുഷ്കിരവദേ നംചോ ജലൂനി
ഫേനേന നാരദഗിരാ നിരുണൂരണം താം തം കാലനേമി മത മാലിമുഖാൻ ജഗന്ധ ശക്രോ ജഗാനബലിജംബവലാൻ സ്വപാഹാൻ ശുഷ്കാദ്ര ദുഷ്കിരവദേ നമുച്ചേ ജലൂനീ ഫേനേന നാരദഗിരാ നിരുണൂരണം തം തം കാലനേമി മത മാലിമുഖാൻ ജഗന്ധ ശക്രോ ജഗാനബലിജംബവലാൻ സപാഹാൻ ശുഷ്കാദ്ര ദുഷ്കരവദേ നമുചോചലൂനി ഫേനേന നാരദഗിര നിരുണൂരണം തം തം കാലനേമി മത മാലിമുഖാൻ ജഗന്ധ ശക്രോ ജഗാനബലിജംബവലാൻ സപാഹാൻ ശുഷ്കാദ്ര ദുഷ്കരവദേ നമുചോചലൂനി ഫേനേന നാരദഗിര നിരുണൂരണം തം. വായിക്കൂ. ഹരേ കൃഷ്ണ. തം കാലനേമി മത മാലിമുഖാൻ ജഗന്ത ശക്രോജകാന ബലിജം ഭവലാൻ സപാകാൻ ശുഷ്കാർത്ത ദുഷ്കരവദേ നമുച്ചൗചാലുനെ ഫേനേന നാരദഗിര നിരുണോരണം ത്വം. ഹരേ കൃഷ്ണ. വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ത്വം കാലനേമി മതമാലിമുഖാൻ ജഗന്ധ ശക്രോജഖാന ബലിജംബവലാൻ സപാകാൻ ശുഷ്കാർദ്ര ദുഷ്കരവധേ നമുചൗച ലൂനേ ഫേനേന നാരദഗിരാ നിരുണോരണം തം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ത്വം കാലേന മിന്മതമാലിമുഖാൻ ജഗന്ധ ചക്രോ ജഹാന ബലിജംഭ ഫലാൻ സഭാഗാൻ ശുഷ്കാദ്ര ദുഷ്കരവദേ നമുചൗചലൂനേ ഫേനേന നാരദഗിരാ നിരുണോരണം തം. ഹരേ കൃഷ്ണ. ആദ്യത്തെ വരി ഒന്നുകൂടെ വായിച്ചേ. ത്വം കാലേന മീമധമാലിമുഖാൻ. അല്ലല്ല, കാലനേമി. കാലനേമി എന്ന് പറഞ്ഞ ഒരു അസുരനാണ്. അതെ. തം കാലനേമി വധ മാലിമുഖാൻ ജഗന്ധ. ആദ്യം വൈര്. ത്വം കാലനേമി മധമാലിമുഖാൻ ജഗന്ധ. മതി 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 മതി. കാലനേമി എന്ന് പറഞ്ഞ ഒരു അസുരനാണ് കേട്ടോ. അത് അന്നേരം അതിനെ സ്പ്ലിറ്റ് ഒന്നും ചെയ്യണ്ട. നെക്സ്റ്റ് വേറൊരാൾ വായിക്കൂ. ഹരേ കൃഷ്ണ. ഓ നമോ ഭഗവതേ വാസുദേവായ. ത്വം കാലനേമി മധമാലിമുഖാൻ ജഗന്ധ ചക്രോ ജഘാന ബലിജംഭവാലാൻ സഭാഗാൻ ശുഷ്കാർദ്ര ദുഷ്കരവദേ നമുചൗചലൂനേ ഫേനേന നാരദഗിരാ നിരുണോരണം തം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ മാലി. ഹരേ കൃഷ്ണ. ത്വം കാലനേമി മതമാലിമുഖാൻ ജഗന്ധ ശക്രോ ജഘാന ബലിജംബ ബലാൻ സഭാഗാൻ ശുക്ലാന്ത ദുഷ്കരവദേ സമുചൗചലൂനേ ഫേനേന നാരദഗിര നിരുണോരണം തം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കാത്തവരോടൊന്ന് വായിച്ചേ. ഹരേ കൃഷ്ണ. ത്വം കാലനേമി മതമാലിമുഖാൻ ജഗന്ധ ശക്രോജഘാന ബലിജംഭവാലാൻ സഭാഗാൻ ശുഷ്കാദ്ര ദുഷ്കരവദേ നമുചൗചലൂനേ ഫേനേന നാരദഗിരാ നിരുണോരണം തം. ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരിപ്രഭുജോട് വായിക്കൂ. ഹരിബോൾ വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ത്വം കാലനേമി മതമാലിമുഖാൻ ജഗന്ധ ശക്രോ ജഘാന ബലിജംഭവാലാൻ സപാകാൻ ശുഷ്കാർദ്ര ദുഷ്കരവദേ നമുചൗചലൂനേ ഫേനേന നാരദഗിരാ നിരുണോരണം ത്വം. ഹരേ കൃഷ്ണ. കൃഷ്ണ. വെരി ഗുഡ്.
എന്നിട്ട് എന്തായി? കാലനേമി. കാലനേമി എന്ന് പറഞ്ഞ ഒരു അസുരനാണ് കേട്ടോ. ആ കാലനേമിയുടെ കഥ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കാലനേമി ആണ് നെക്സ്റ്റ് അടുത്ത ജന്മം ആരായിട്ട് വന്ന കംസനായിട്ടാ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. കാലനേമിയുടെ മകളായിരുന്നു വൃന്ദ. ആ വൃന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തയായിരുന്നു. പക്ഷെ ആ വൃന്ദയെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തുളസിയുടെ കഥയായി പറഞ്ഞു വരുന്നതെന്നുള്ളതാണ്. ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ. എന്നാ പറഞ്ഞിട്ടുണ്ടോ കഥ? ഹരിപോൾ എല്ലാവരും ഓർമ്മിപ്പോയോ? ഇല്ല മാതാജി, പറഞ്ഞിട്ടില്ലയോ? ഇല്ല. എല്ലാരും ഒന്നുകൂടെ പറഞ്ഞേരാ, പുതിയ ആൾക്കാരും ഉണ്ട്, കേൾക്കട്ടെ. ഹരേ കൃഷ്ണ. കാലനേമിയുടെ മകളായിരുന്നു വൃന്ദ. വൃന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തയായിരുന്നു. അങ്ങനെ ആ കുട്ടി വളരെ സൗന്ദര്യവതിയായിട്ട് വളർന്നു വന്നപ്പോ ശംഖചൂഡൻ എന്ന് പറയുന്ന ഒരു അസുരനെ തന്നെ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമായിട്ട് അവർ ജീവിക്കുന്നു. പക്ഷേ ഈ ശംഖചൂഡൻ എന്ന് പറഞ്ഞ അസുരനല്ലേ, അവന് ആസുരികത തന്നെ ഉണ്ടാവുമല്ലോ. പക്ഷേ വൃന്ദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ തപസ്സിലും ഭഗവാന്റെ കാര്യങ്ങളിലും മാത്രം ഒഴുകി ജീവിക്കുന്നു. പക്ഷേ ഈ വൃന്ദയുടെ പാതിവൃത്യം കൊണ്ടുണ്ടല്ലോ, പാതിവൃത്യത്തിനും ഭക്തിയിലും ശംഖചൂഡൻ ഏത് യുദ്ധത്തിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ജയിക്കുമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ശംഖചൂഡൻ എല്ലാ രാജാക്കന്മാരെയും തോപ്പിച്ചു അവസാനം ദേവലോകത്തും പോയിട്ട് ദേവന്മാരെയും തോപ്പിച്ചിട്ട് ദേവലോകം വരെയാണെന്നുണ്ടെങ്കിൽ കൈയടക്കി എന്നുള്ളതാണ്. അങ്ങനെ അവന്റെ ആ അതിക്രമം ഒരുപാട് കൂടുതൽ വരുന്ന സമയത്ത് ഈ ദേവന്മാർ തന്നെ വിഷ്ണു ഭഗവാനെ അഭയം പ്രാപിക്കുന്നു. ഇതേപോലെ ഞങ്ങളുടെ രാജ്യമില്ല, ശംഖചൂഡനാണെന്നുണ്ടെങ്കിൽ അന്നേരം ശംഖചൂഡനെ ആർക്കും തോപ്പിക്കാൻ പറ്റില്ല. എപ്പം വരെ എങ്ങനെ സാക്ഷാൽ മഹാദേവൻ പോലും ശംഖചൂഡനുമായിട്ട് യുദ്ധം ചെയ്യുന്നു. പക്ഷെ ശംഖചൂഡനെ യുദ്ധത്തില് തോപ്പിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ വൃന്ദയുടെ പാതിവൃത്യം കൊണ്ട്. ആ വൃന്ദയുടെ ആ പാതിവൃത്യം എപ്പോ ഇല്ലാതാവുന്നുണ്ടോ അന്നേരം മാത്രമേ ശംഖചൂഡനെ കൊല്ലാൻ പറ്റത്തുള്ളൂ. പക്ഷെ വൃന്ദ ശംഖചൂഡൻ അങ്ങോട്ട് യുദ്ധത്തിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഭയങ്കര തപസ്സിലാണെന്നുള്ളതാണ്. അങ്ങനെ മഹാദേവനുമായിട്ട് ശംഖചൂഡൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. ആ സമയത്ത് എന്ത് ചെയ്തു? വിഷ്ണു ഭഗവാനാണെന്നുണ്ടെങ്കിൽ ദേവന്മാരെ ആശ്വസിപ്പിച്ചു വിട്ടു, നിങ്ങൾ പൊയ്ക്കോളൂ, അതെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ വേണ്ടുന്നോളം ചെയ്തോളാമെന്ന്. എന്നിട്ട് എന്ത് ചെയ്തു? സാക്ഷാൽ വിഷ്ണു തന്നെ ശംഖചൂഡന്റെ രൂപത്തില് വൃന്ദയുടെ അടുത്ത് വരുന്നു. വൃന്ദയുടെ അടുത്ത് വന്ന സമയത്ത് ഭർത്താവ് യുദ്ധത്തിന് പോയതാ, പക്ഷെ എന്താണ് തിരിച്ചു വന്നിരിക്കുന്നത്, എന്ത് പറ്റി എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നേരെ വൃന്ദ എന്നിട്ട് കയ്യിൽ പിടിക്കുക. അന്നേരം പതിവൃതയായിട്ടുള്ള ഒരു സ്ത്രീ പരപുരുഷന്റെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്. പക്ഷെ അവർക്കറിയില്ല അത് പരപുരുഷനാണെന്നുള്ളത്, ശംഖചൂഡനാണെന്നുള്ള ധാരണയിലാണ് അവർ കൈപിടിച്ചത്. പക്ഷെ അത് സാക്ഷാൽ വിഷ്ണുവായിരുന്നു. ഇവിടെ ഈ സംഭവം നടക്കുന്ന സമയത്ത് അവിടെ മഹാദേവൻ ശംഖചൂഡന്റെ കഴുത്തറക്കുന്നു. പക്ഷെ ആ കഴുത്ത് എന്താ ചെയ്യുന്നത്? വൃന്ദയുടെ പാദത്തിൽ തന്നെ വന്നു വീഴുന്നു എന്നുള്ളതാണ്. അന്നേരം മുന്നിൽ നോക്കുന്ന സമയത്ത് ഒരു ശംഖചൂഡൻ വേറൊരു ശംഖചൂഡന്റെ കഴുത്ത് വന്നൊരു വീണിക്കുന്നു. അന്നേരം വൃന്ദയ്ക്ക് സംശയമായി പറയും, നീ ആരാണ്? എന്റെ ഭർത്താവല്ല നീ. അന്നേരം ആ തല തന്നെ സംസാരിക്കുന്നു, ഇതേപോലെ എന്നെയാണെന്നുണ്ടെങ്കിൽ മഹാദേവൻ കൊന്നു, ഇത് നിന്റെ ഭർത്താവല്ല, ഇത് വിഷപ്രചനനായിട്ട് വന്നിരിക്കുന്ന സാക്ഷാൽ വിഷ്ണു തന്നെയാണെന്ന് ആ തല തന്നെ പറയുന്നു എന്നുള്ളതാണ്. അങ്ങനെ വൃന്ദയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു. എന്താണ്, എന്റെ ഭർത്താവിനെ ഞാൻ തന്നെ പിന്നെ ഭഗവാൻ എന്താ പറയുന്നത്? ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇരുന്നിട്ട് പറയുന്നു, നീ ലക്ഷ്മി ദേവി പറയുന്നുണ്ട് നീ ഒരു നദിയായി പോകട്ടെ എന്നുള്ള ഒരു ശാപം കൊടുക്കുകയായി എന്നുള്ളത്. പക്ഷെ ഭഗവാൻ എന്താ പറയുന്നത്? എന്നെ തഴുകി നീ നദിയായിട്ട് പോകട്ടെ എന്നുള്ള വെള്ളം, എന്നെ എപ്പോഴും നീ തഴുകിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളത്. അന്നേരം അത്രയ്ക്കും ഭക്തയല്ലേ അവര്. ഭഗവാനാണെന്നുണ്ടെങ്കിൽ അതാണ് ഗണ്ഡകി നദി, നേപ്പാളിലെ ഗണ്ഡകി നദി. ശാലഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ശിലയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പുഴു കുത്തിയാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ അടർന്ന് ആ നദി വീഴും എന്നുള്ളതാണ്.
ആ ഗണ്ഡക നദിയിലെ ആ ആ ഇതാണ് യഥാർത്ഥ ശാലഗ്രാമം എന്ന് പറയുന്നത്. ഒരു ഊരിന്റെ ഒരു ഇതാ വരുന്നത്. പക്ഷെ ആ ശാലഗ്രാമം എടുത്ത് പൂജിക്കുന്ന, പക്ഷെ പുരുഷന്മാരെ പൂജിക്കാവുന്ന പറയുന്നത്, സ്ത്രീകളെ അനുവദനീയമല്ല. പക്ഷെ ആ വെള്ളത്തിലാണെന്നുണ്ടെങ്കിൽ ആ ശാലഗ്രാമം വെച്ചിട്ട് വേറെ ഒന്നും ചെയ്യണ്ട, ഒരു തുളസിയില എടുത്തിട്ടാ മതി. പിന്നെയും എന്താ ലക്ഷ്മി ദേവി ഇങ്ങനെ ഭഗവാൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭഗവാന് ശാപവും പ്രതിശാപവും ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുമോ ലക്ഷ്മി ദേവി. എന്നിട്ടും ആ കോപം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് പറയുന്നു, നീയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വൃക്ഷമായിട്ട് പോകട്ടെ എന്ന് വെറുതെ പിന്നെ ശവിക്കുക എന്നുള്ളത്. പക്ഷേ ഭഗവാൻ അവിടെ പറയുന്നുണ്ട്, നീ വൃക്ഷങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായിട്ടുള്ള തുളസിയായി നീ ഭൂലോകത്ത് വന്ന് ജനിക്കും. പക്ഷെ ഈ തുളസിയില ആര് എന്നെ തുളസി അർച്ചന എനിക്ക് ആര് ചെയ്യുന്നുണ്ടോ അവരൊരിക്കലും നരകത്തിന്റെ 7 വാതിൽ പോലും കാണില്ല എന്നാ പറയുന്നത്. തുളസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണനാണ് തുളസി വെച്ചിട്ട് പൂജിക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് ഏത് എനിക്ക് പ്രസാദം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തുളസിയില ഇല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് സ്വീകരിക്കില്ല എന്നാ പറയുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും പണ്ടുള്ള ആൾക്കാരെ നിങ്ങളൊന്ന് കാണുപോലും, അവരെന്താ കെണ്ടി വെള്ളം കൊണ്ടുവെക്കും. കെണ്ടി വെള്ളം കൊണ്ട് വെച്ചിട്ട് എന്താ ഒരു തുളസിയില എടുത്ത് അതിനകത്ത് ഇടുക എന്നുള്ളതാണ്. അവർക്കൊക്കെ ഈ അറിവ് ഇവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയില്ല എന്നുള്ളതാണ്. പക്ഷെ കറക്റ്റിന് അവരൊക്കെ ചെയ്തുകൊണ്ട് വന്നു എന്നുള്ളതാണ്. അതാണ് ഈ തുളസിക്ക് ഇത്രയും പ്രാധാന്യം. നമ്മളെ കേരളത്തിലേ ഉള്ളൂ ഈ തുളസി ചെത്തിപ്പറിച്ച് കളയുന്നത്. പക്ഷെ എല്ലായിടത്തും തുളസി എവിടെയുണ്ടോ അവിടെ ഭഗവാൻ ഉണ്ടെന്നുള്ളതാണ്. തുളസി എത്ര സമൃദ്ധിയായിട്ട് വളരുന്നുണ്ടോ അവിടെ കൃഷ്ണന്റെ വാസം എന്തായാലും ഷുവറായിട്ടുണ്ടെന്നുള്ളതാന്നുള്ളത്. അതുകൊണ്ട് തുളസി നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു തുളസിയും തറയുണ്ടാക്കണം. തുളസി തറ ഉണ്ടാക്കിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ വെള്ളം ഒഴിക്കുക. വൃന്ദായ തുളസി ദേവായ പ്രിയായ കേശവദിച്ച വിഷ്ണുഭക്തി പ്രദേ ദേവി സത്യവത്യായി നമോ നമഃ എന്നുള്ള മന്ത്രമുണ്ട്. ആ മന്ത്രം ഞാൻ അന്നും പറഞ്ഞതായിരുന്നു, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അങ്ങനെ ആ ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം ജപിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മള് തുളസിക്ക് 7 വലം 4 വലം വെച്ചാലും മതി. യാനിക്കാനിച്ച പവാനി എന്നും ആ മന്ത്രമുണ്ട്. ആ മന്ത്രവും കൂടെ ചൊല്ലിയിട്ട് നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദിവസവും രാവിലെ തുളസിക്ക് പ്രദക്ഷിണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കേട്ടോ. അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ 8 മണി വരെ കിടന്നുറങ്ങി വെച്ച് ഈ തുവായി എടുത്ത് പിന്നെ പൂർത്തിന്റെ കൂട്ടും ആ ഒരു മാക്സിയും ഒക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് വരുമ്പം തന്നെ ആൾക്കാർ പേടിച്ചു പോകുന്നുള്ളത്. അങ്ങനെയല്ല. വെളുപ്പിൽ എഴുന്നേറ്റ് ഒന്ന് കുളിച്ചു. വെളുപ്പിൽ എഴുന്നേറ്റ് എല്ലാവരും പറയും കുളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പനി പിടിക്കും. ചുമ്മാ അറിയുന്നേ പനിയൊന്നുമില്ല. ഇപ്പോഴും അമ്മക്കുള്ള പനിയും കൂടെ പൊക്കോളും. അന്നേരം ഫ്രഷായി എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പൂജാമുറി കയറി അത് ക്ലീനൊക്കെ ചെയ്ത് വിളക്കൊക്കെ കൊളുത്തി തുളസിക്ക് വെള്ളം ഒഴിച്ചു. എന്തൊരു സന്തോഷമാണെന്നറിയാമോ. അവിടെയുള്ള ആണുങ്ങൾ തന്നെ വിചാരിക്കുമോ എൻ്റെ ഭാര്യയ്ക്ക് എന്തു മാറ്റം വന്നിട്ടുണ്ട്. അവർ ഒരുപാട് സന്തോഷിക്കത്തേ ഉള്ളൂ. കുട്ടികളായാലും എല്ലാവരും നമ്മളെ കണ്ടു വേണം നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനി തുളസിയുടെ ഒരു ഇത് ചെയ്യും. അന്നേരം വൃന്ദയുടെ പുനർജന്മമാണ് തുളസിയായിട്ട് വന്നിരിക്കുന്നത് എന്നുള്ളത്. അന്നേരം കൃഷ്ണന്റെ ഏറ്റവും വലിയ പ്രേയസിയാണ് തുളസി ദേവി. മനസ്സിലായോ? അതുകൊണ്ട് തുളസിയെ പൂജിക്കൂ, തുളസിയെ ആരാധിക്കൂ. അല്ലാതെ തുളസി ഒരു ചെടിയാണെന്നുള്ള രീതിയിൽ വെട്ടിപ്പറിച്ച് കളയണ്ട. ഹരേ കൃഷ്ണ. എല്ലാരും വന്നോ? എല്ലാരും ഉണ്ട് മാതാജി. എല്ലാരും ഉണ്ട്. അന്നേരം കാലനേമിയുടെ പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇത് പറഞ്ഞത്. കാലനേമി വൃന്ദയുടെ അച്ഛനായിരുന്നു. ഇപ്പം കാലനേമിയുടെ അടുത്ത ജന്മം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കംസനാട്ടാ വന്നിരിക്കുന്നത്. ഇവരെല്ലാവരും ഭഗവാന്റെ കൈകൊണ്ട് എന്തുകൊണ്ടാണ് ഭഗവാന്റെ വൈരാഗ്യഭക്തി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും ഉണ്ടല്ലോ ഭഗവാന് മോശമാ കംസൻ അവിടെ കൊടുത്തെന്നുള്ളതാ. അറിയാമോ പറഞ്ഞത്? അത് നമുക്ക് ആ കഥ അറിയാമല്ലോ. ജയവിജയന്മാരുടെ കഥ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ജയവിജയന്മാരായിരുന്നു 3 ജന്മം അവർക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ശാപം കിട്ടിയിട്ട് വന്നിരിക്കുന്നത്. ആരുടെ കയ്യിൽ നിന്നായിട്ടാണ്? സനകാദികളുടെ കയ്യിൽ നിന്നായിട്ട് ശാപം കിട്ടി വന്നിരിക്കുന്നത് അല്ലെ. അന്നേരം ചോദിച്ചു, പ്രേമഭക്തിയിൽ നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾ ജനിക്കുന്നുണ്ടോ അതോ വൈരാഗ്യത്തിലോ? പറഞ്ഞു വൈരാഗ്യഭക്തിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 ജന്മം കൊണ്ട് നിങ്ങൾക്ക് തിരിച്ച് എൻ്റെ അടുത്ത് തന്നെ, ഭഗവാൻ പറയുന്നത് തിരിച്ച് എൻ്റെ അടുത്ത് തന്നെ വരാൻ. നേരം പറഞ്ഞു മതി ഞങ്ങൾക്ക് വൈരാഗ്യ ബുദ്ധി മതി, വൈരാഗ്യഭക്തി മതി എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ആരാട്ട വന്നേക്കുന്നത്? ഹിരണ്യകശിപുവും ഹിരണ്യാശനുമായിട്ട് വന്നു. രണ്ടാമത് ആരാട്ട വന്നത്? പറയൂ. രാവണൻ കുംഭകർണൻ. മൂന്നാമത് ആരാട്ട വന്നത്?
ശിശുപാലൻ ദന്തവക്ത്രൻ. അങ്ങനെയായിട്ട് ശിശുപാലൻ. വന്നിട്ടാണ് ഇവർക്ക് മുക്തിയിട്ട് നേരെ തിരിച്ചു പോവുക എന്നുള്ളത്. കാലനേമിയുടെ നെസ്റ്റാണ്, അടുത്ത ജന്മമാണ് കംസൻ വന്നിരിക്കുന്നത്. കംസനും അതുകൊണ്ട് വൈരാഗ്യഭക്തിയായിരുന്നു. വൈരാഗ്യഭക്തിയിൽ ഭഗവാന്റെ കൈ കൊണ്ടല്ലേ മരണപ്പെട്ടിരിക്കുന്നു. ആ ഒരു തൃക്കൈ ഒന്ന് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ആയില്ലേ, പിന്നെ എന്തോ വേണം. അങ്ങനെ മോശം കെട്ടി പോവുകയാണ് കംസന് യഥാർത്ഥത്തിൽ ചെയ്യുന്നെന്നുള്ളതാണ്. എന്നിട്ട് കാലനേമിന് മാലിമുഖ, ഭഗവാൻ ആരെയൊക്കെ കൊന്നു? കാലനേമിയെ കൊന്നു, മാലിയെ കൊന്നു, പിന്നെ ശക്രനെ ആരെ കൊന്നു? ഇന്ദ്രനെ ബലിജംബവാലന്, എല്ലാവരും സഭാകനെ കൊന്നു. നമുച്ചോനെയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, അത് ഉണങ്ങിയതോ നനഞ്ഞതോ ആയിട്ട് അവനെ കൊല്ലാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇന്ദ്രനെ ഈ എന്താ പറയുന്നത്, നുരക്കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളത്തിലൊരു സാധനം ഇങ്ങനെ കാണുമല്ലോ അല്ലെ, ഒരു നുരെന്ന് പറഞ്ഞാൽ അറിയായിരിക്കുമല്ലോ, നുരക്കെട്ട് വെള്ളത്തിലെ, അതിനകത്ത് നിന്നിട്ട് ഇന്ദ്രനെ യുദ്ധം ചെയ്തിട്ട് ഇന്ദ്രനെ ആരെ കൊന്നു? നമുച്ചിയെ കൊന്നു. അങ്ങനെ പിന്നെ നാരദർ അവിടെ വന്നു. നാരദർ വന്നിട്ട് വേനേന നാരദഗിര നിരണോ രണംത, എന്നിട്ട് ആ രണത്തിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യിച്ചു. നാരദയുടെ വാക്ക് അസുരന്മാരും ദേവന്മാരും കേട്ടു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നഷ്ടമല്ലേ ഉള്ളൂ. അതുകൊണ്ട് നാരദർ പിന്നെ ആ രണത്തിനെ അവിടെ സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളത്. ആ യുദ്ധം അവിടെ അവസാനിപ്പിച്ചു നാരദർ വന്നിട്ട്. അങ്ങനെ അമൃതിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി എന്താ? ശ്രീരുദ്രൻ എന്താ ചെയ്യുന്നത്? മോഹിനി വേഷം ഭഗവാൻ കിട്ടിയെന്ന് അറിഞ്ഞു. ആ മോഹിനിയുടെ രൂപം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ആരാ വരുന്നത്? രുദ്രന് പാർവതി ദേവിയും എല്ലാ ഭൂതഗണങ്ങളും കൂടി വരുവാണെന്നുള്ളത്. എവിടെ വരുന്നത്? വൈകുണ്ഠത്ത് വരുന്നു. വൈകുണ്ഠത്ത് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ അങ്ങയുടെ മോഹിനി രൂപം എനിക്കൊന്ന് കാണണമെന്ന് പറയുമ്പോൾ, പക്ഷെ ഭഗവാൻ ഒരുപാട് പറയുന്നുണ്ട്, വേണ്ട കാണണ്ട. യോക്ഷാപഹുർദ്ധനിജമോഹനമാഹിതം ദേ ശ്രുത്യാ വിലോകന കുതൂഹലവാത്മകേശ ഭൂതേ സമങ്കിരിജയാച്ച ഗതപദം തേ സ്തുത്യ അബ്രവീത് അഭിമതം ത്വമദോ തിരോധാ. യോക്ഷാപഹുർദ്ധനിജമോഹനമാഹിതം തേ ശ്രുത്യാ വിലോകന കുതൂഹലവാത്മകേശ ഭൂതേ സമം ഗിരിജയാച്ച ഗതപദം തേ സ്തുത്യ അബ്രവീത് അഭിമതം ത്വമദോ തിരോധാഃ. യോഷാബുർദിനിജമോഹനമാഹിതം തേ ശ്രുത്യാ വിലോകന കുതൂഹലവാത്മകേശ ഭൂതേ സമം ഗിരിജയാച്ച ഗതപദം തേ സ്തുത്യ അബ്രവീത് അഭിമതം ത്വമദോ തിരോധാഃ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. യോക്ഷാബുർധനുജമോഹനമാഹിതം തേ ശ്രുത്വാ വിലോകന കുതൂഹലവാൻ മഹേശ്വരഃ ഭൂതൈ സംഗിരിജയ ച ഗതപദം തേ ശ്രുത്വാ അബ്രവീത് അഭിമതം ത്വമദോ നിരോധഃ. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ. യോഷാപവൃത്തനുജമോഹനമാഹിതം തേ ശ്രുത്വാ വിലോകന കുതൂഹലവാൻ മഹേശ ഭൂതൈ സമം ഗിരിജയാ ജഗതപദം തേ ശ്രുത്വാ അബ്രവീത് അഭിമതം ത്വമദോ തിരോധാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. യോഷാവപൂർധനുജമോഹനമാഹിതം തേ ശ്രുത്വാ വിലോകന കുതൂഹലവാൻ മഹേശ ഭൂതേ സമം ഗിരിജയാച്ച ഗതപദം തേ ശ്രുത്വാ അബ്രവീത് അഭിമതം ത്വമദോ തിരോധാഃ. വെരി ഗുഡ്. ധനുജമേഘ മോഹനമാഹിതം തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുരന്മാരെ മോഹിപ്പിച്ച എന്താണ് ആ വേഷം? എന്താ? യോഷാബു കേട്ടു, ഞാന് ശ്രുത്വ കേട്ടു, അതെനിക്ക് ഒന്ന് കാണണം. ശ്രുത്യ വിലോകന കുതൂഹലുവ മഹേശനെ ആ വേഷമൊന്ന്, സ്ത്രീയുടെ, ഭഗവാൻ ആ സ്ത്രീ രൂപം എടുത്തല്ലോ, ആ സ്ത്രീയുടെ രൂപം എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെയാ? ഭൂതേസമയം ഗിരിജയാച്ച ഗതപദം തേ, ഭൂതഗണങ്ങളോടും ഗിരിജയോടും ഒപ്പം. ഗിരിജ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ പാർവതി ദേവിയോടൊപ്പം എവിടെ വന്നു? സ്തുത്യ അബ്രവീത് അഭിമതം ത്വമദോ തിരോധാ.
എന്നിട്ട് അവിടെ വന്നു, ഇവിടെ വന്നു, വൈകുണ്ഠത്തിൽ വന്നിട്ട് ഭഗവാനെ സ്തുതിക്കുന്നു. സ്തുതിച്ചിട്ട് ആഗ്രഹം ഇന്നതാണെന്ന് അറിയിക്കുന്നു. ഭഗവാൻ എന്താ ചെയ്തേ? ഉടനെ അവിടെ നിന്നിട്ട് അങ്ങ് മറയുക ചെയ്യുന്നത്. എല്ലാവരും ഗിരിജയും എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്, എല്ലാവരും സ്തുതിക്കുന്നു. ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഇതുകൊണ്ട് ആഗ്രഹം പറഞ്ഞപ്പോ ഭഗവാൻ അവിടെ നിന്നിട്ട് മറയുന്നു. എന്നിട്ട് പിന്നെ എന്താ ചെയ്യുന്നത് നോക്കൂ. ആരാമസീമിനിജ കന്തുക കാതലീലോലായമാനനയനാം കമിനീ മനോജ താമേശ വീശ വികളത് വസന മനോഭൂവേദാംഗനാംഗരിപുരംഗ സമാലിലിംഗാം ആരാമസീമിനിജ കന്തുക കാതലീല ലോലായമാനനയനാം കമനീ മനോജ താമേശ വീശ വികലത് വസന മനോഭൂവേദാംഗന വേഗാദനങ്കരിപുരംഗ സമാലിലിംഗ ആരാമസീമിനിജ കന്തുക കാതലീല ലോലായമാനനയനാം കമനീ മനോജ താമേശ വീശ വികലത് വസന മനോഭൂ വേഗാദന അങ്കരിപുരംഗ സമാലിലിംഗ വേഗാദന അങ്കരിപുരംഗ സമാലിലിംഗ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ആരാമസീമനിച്ച കന്തുകാതലീല ലോലായമാനനയനാം കമനീം മനോജ്ഞാം ത്വമേഷ വീക്ഷ്യ വികളദ്വസനാം മനോഭൂ വേഗാതനം ഗരിപുരാംഗ സമാലിലിംഗാം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. അടുത്ത ആള്. ഹരേ കൃഷ്ണ. ആരാമസീമനിച്ച കന്തുക കാതലീല ലോലായമാനനയനാം കമനീ മനോജ്ഞാം താമേശ വീക്ഷ്യ വികലത് അസന മനോഭു വേഗാത്തനം അങ്കരി പുരംഗ സമാലിലിംഗ. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ആരാമസീമനി കന്തുക കാതലീല. കറക്റ്റാ, വായിച്ചോളൂ. ആരാമസീമനിജ കന്തുക കാതലീല ലോലായമാനനയനാം കമനീ മനോജ്ഞാം ത്വാമേഷ വീക്ഷ്യ വികളദ്വസന മനോഭൂ വേഗാദനങ്കരിപുരംഗ സമാലിലിംഗ. അന്നേരം പറഞ്ഞു ഭഗവാൻ അവിടെ നിന്നിട്ട് അപ്രത്യക്ഷമായിട്ട് ഇപ്പൊ എവിടെ വന്നിരിക്കുന്നത്? ആരാമസീമനി പൂന്തോട്ടത്തിൽ വരുക. കന്തുക കാതലീല അങ്ങനെ ഭയങ്കര സുന്ദരിയായിട്ട് വളരെയാണെന്നുണ്ടെങ്കിൽ ചിരിച്ച് കളിച്ചിട്ടുള്ള ആ ഒരു അതേ ഭാവത്തില് ഭഗവാൻ അവിടെ ആരാമത്തില് എന്ന് പറഞ്ഞാൽ പൂന്തോട്ടത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ലോലായ മാനനയന കമനീ മനോജ. ആ കമനിയോ ആരെ മോഹിപ്പിക്കുന്നതായിരുന്നു എന്നുള്ളതാണ്. താമേശ വീശവികള വസന മനോഭൂ. അങ്ങനെ ആ ഒരു എന്താ പറയുന്നത്, നമ്മൾ ഈ സീരിയലിലും സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ഭഗവാനാണെന്നുണ്ടെങ്കിൽ കാറ്റത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഉടയാടകളെല്ലാം ഇങ്ങനെ ആടി ഒലയുന്നു. അങ്ങനെ ആ സമയത്തുണ്ടല്ലോ ഭഗവാൻ ശിവനാണെന്നുണ്ടെങ്കിൽ ഗിരി അടുത്തുണ്ടെന്ന് ഒന്നും കാണുന്നില്ല. പക്ഷെ നേരെ ചെന്ന് ആ അങ്കനെയാണെന്നുണ്ടെങ്കിൽ കെട്ടിപ്പുണരുക ചെയ്യുന്നതാ. കെട്ടിപ്പുണരുന്നു. നമുക്കറിയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഭഗവാന്റെ തന്നെ ഒരു ലീലയാ. എന്താ, ഇവരെ മഹിഷിയെ കൊല്ലാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഹരിഹരന്റെ പുത്രൻ വേണം, ഹരന്റെ പുത്രൻ വേണം, എന്നാൽ മാത്രമേ മഹിഷിയെ കൊല്ലാൻ പറ്റത്തുള്ളൂ. അങ്ങനെയല്ലേ അയ്യപ്പസ്വാമിയുടെ ജനനം തന്നെ എന്നുള്ളത്. എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അതിന് പിന്നിൽ ഒരു കഥയുണ്ടെന്നുള്ളത്. ഇവിടെ നമുക്കൊരു പാഠം കിട്ടുന്നത് എന്താണെന്നുള്ളത്, സമകാലീനമായിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഇത് നോക്കുന്ന സമയത്ത് എപ്പോഴായി കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും ഒരു പാഠം പഠിച്ചോണം. സ്ത്രീയും പുരുഷനും എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് എന്താ, മെഴുകുതിരിയും തീപ്പെട്ടിയും പോലെയാണെന്നുള്ളതാണ്. അത് ആദ്യം ഫ്രണ്ട്സ് എന്നൊക്കെ പറയും. എന്നിട്ട് ആ ഫ്രണ്ട്സ് പിന്നെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറെ കഴിയുന്ന സമയത്ത് ഫ്രണ്ട്സ് കല്യാണം കഴിച്ചില്ലയോ ഒന്നും നോട്ടമില്ല. പിള്ളേരില്ലയോ എന്നൊന്നും നോട്ടമില്ല. പക്ഷെ ഫ്രണ്ട്സ് പിന്നെ അങ്ങ് വീട്ടുകാരാകുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും ഓർത്തോണം, അകലം പാലിക്കേണ്ടത് നമ്മൾ അകലം പാലിക്കുക തന്നെ വേണം. അത് നമ്മളൊരു പാഠം പഠിച്ചോണം. എല്ലാ സ്ത്രീകളും, ഇപ്പം പുരുഷന്മാരും അതൊരു പാഠം പഠിച്ചോണം എന്നുള്ളത്. സ്ത്രീകൾ മുഖാന്തരം എത്രയോ പുരുഷന്മാരുടെ ജീവിതമാണ് കുളമായി പോകുന്നതെന്നുള്ളത്. അതുകൊണ്ട് എപ്പോഴും മനസ്സിൽ ഒരു കാര്യം ഓർത്തോണം, സ്ത്രീ പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, മെഴുകുതിരിയും തീപ്പെട്ടി പോലെ തീയും പോലെയാ.
തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീയുടെ അടുത്ത് മെഴുകുതിരി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കത്തി ഒഴിച്ചു പോവുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ എപ്പോഴും മനസ്സിൽ ഓർത്തോണം. ഇവിടെ തന്നെ അതേപോലെയാണ് ഗിരിജയും ബോധഗണങ്ങളും എല്ലാ ആൾക്കാരും അടുത്തുണ്ട്. പക്ഷെ ആ അടുത്തുള്ളവരെ എല്ലാം വിട്ടെറിഞ്ഞു. അവിടെ ഭഗവാനാണെന്നൊന്നും ഓർക്കുന്നില്ല എന്നുള്ളതാ. ഓടിപ്പോയി കെട്ടിപ്പുണരുക ചെയ്യുന്നതെന്നുള്ളതാ. സാക്ഷാൽ ഭഗവാനായണക്ക് പോലും മനസ്സിലായല്ലേ പറഞ്ഞത്? ആ കൺട്രോൾ എത്ര ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹചര്യമാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത്. എപ്പോഴും മനസ്സിലോർത്തോണം. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് മനുഷ്യരെ ഉണ്ടാക്കാതിരിക്കുക. അതാണ് ഏറ്റവും വേണ്ടുന്നത്. പൂയോ വിവിധൃതവതി മുപാദാവ്യദേവോ വീരപ്രമോഷി വികസ പരമാർത്ഥബോധ ത്വന്മാനിത തവ മഹത്തമുവാച ദേവ്യേ തത്താദർശത്തമവവാദ നികേതനാഥ. പൂയോ വിവിധൃതാവതി മുപദാവ്യദേവോ വീരപ്രമോഷ വികസ പരമാർത്ഥബോധ ത്വന്മാനീത തവ മഹത്തമുവാച ദേവ്യേ തത്താദർശത്തമവവാദ നികേതനാഥ. പൂയോ വിവിധൃതവതി മുപദാവ്യദേവോ വീരപ്രമോഷ വികസ പരമാർത്ഥബോധ ത്വന്മാനിത തവ മഹത്തമുവാച ദേവ്യേ തത്താദർശത്തമവവാദ നികേതനാഥ. പൂയോ വിവിധൃതവതി മുപദാവ്യദേവ്യോ വീരപ്രമോഷ വികസ പരമാർത്ഥബോധ ത്വന്മാനിത തവ മഹത്തമുവാച ദേവ്യേ തത്താദർശത്തമവവാദ നികേതനാഥ. അവിടെ നിന്ന് എഴുതിക്കൊള്ളണേ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹോ ശാസ്ത്രേ ഭൂതനാഥ എഴുതിക്കോളൂ. എന്നിട്ട് സ്വാമിയേ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ ഭൂതനാഥന് സ്വാമി ശരണമയ്യപ്പ. സ്വാമിയുടെ ഇതാണ് നമ്മുടെ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹോ കേട്ടോ. മകരവിളക്കിന്റെ ദിവസം തന്നെ നമുക്ക് ഈ ഇത് വന്നുള്ളതാ. മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ. സ്വാമിയേ ശരണമയ്യപ്പ. നമോ നമ തുഭ്യം. ശാസ്ത്രേ തുഭ്യം നമോ നമ. സ്വാമിയേ ശരണമയ്യപ്പ. അവിടെ എഴുതിക്കൊണ്ട് പൂർണ്ണനാഥന് ഭഗവാൻ സാക്ഷാൽ അയ്യപ്പൻ അവിടെ വരുവാണെന്നുള്ളതാണ്. മനസ്സിലായി പറഞ്ഞത്? എഴുതിയോ എല്ലാരും? ആദ്യം മുതൽ ഒന്നുകൂടെ പറയണേ മാതാജി. പൂർണ്ണനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ. സർവഭൂതദയാപര രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ. സ്വാമി ശരണമയ്യപ്പ. സ്വാമിയേ ശരണമയ്യപ്പ. എഴുതിയോ? എഴുതി മാതാജി. പൂയോ വിവിധൃതവതി മുവാദാവ്യദേവോ വീര്യപ്രമോഷ വികസ പരമാർത്ഥബോധ ത്വന്മാനിത തവ മഹത്തമുവാച ദേവ്യേ തത്താദർശത്തമവവാദ നികേതനാഥ. വായിച്ചായിരുന്നോ? ഇല്ല അല്ലെ? വായിക്കൂ. ഹരേ കൃഷ്ണ. ഭൂയോ വിവിധൃതവതി മുപദാവ്യദേവോ വീര്യപ്രമോഷ
വികസത് പരമാർത്ഥബോധ ത്വന്മാനിതസ്തവ മഹത്വമുവാച ദീപി തത്താദൃശസ്ത്വമവവാദ നികേതനാഥ. വാ ഹരിബോൾ ഹരികൃഷ്ണ. ഹരേ കൃഷ്ണ. രണ്ടാമത്തെ വായിച്ചു. ഭൂയോപി വിദ്രുതവതിമുപധാപ്യ ദേവോ വീര്യപ്രമോഷ വികസത് പരമാത്മബോധഃ തന്മാതിതസ്തവ മഹത്വമുവാച ദേവേ തത്താദൃശ്യസ്തവമവവാദനികേതനാഥഃ ഭൂതനാഥ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എന്നിട്ട് എന്ത് ചെയ്തു? ഭഗവാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെയും ആലിംഗനം ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാൻ അപ്പോഴത്തേക്ക് അവിടെ നിന്നിട്ട് ഓടിക്കളഞ്ഞു. പക്ഷെ പാർവതി എല്ലാം കളഞ്ഞിട്ട് ശിവനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാനെ പുറകെ തന്നെ പോകുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീര്യം എന്താ പറയുന്നത്, അവിടെ ഒരു കുട്ടി ഉണ്ടാവുക ചെയ്യുന്നത്. ആ കുട്ടി എന്ന് പറഞ്ഞ ഇതെല്ലാം ഭഗവാന്റെ ലീലകൾ തന്നെ. എന്താണ്, നമ്മുടെ മോഹിനീസുതനാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവണ്ടേ, എന്നാൽ തന്നെ മഹിഷിയെ കൊല്ലാൻ പറ്റത്തുള്ളൂ. അത് ഹരിയുടെയും ഹരന്റെയും പുത്രനായിട്ട് വന്നെങ്കിൽ മാത്രമേ. അവരെല്ലാം ഓരോരുത്തരും ഓരോരോ വരം അങ്ങ് വാങ്ങിക്കും. അവർ വിചാരിക്കുന്ന ഈ വരത്തിലുണ്ടല്ലോ ഞങ്ങൾ എന്നും അമരരാകുമെന്ന് വിചാരിക്കും. എന്നിട്ട് സാധാരണ ജനങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങും. ഭഗവാൻ തന്നെ അതിനൊരു വേല കണ്ടിട്ട് ഭഗവാൻ തന്നെ അതിനുള്ള മാർഗം കണ്ടുപിടിക്കുന്നു. അത് ഇത് തന്നെയാണ്. ഈ മാർഗം കണ്ടുപിടിച്ചു. അങ്ങനെ മോഹിനീസുതൻ അവിടെ ജനിക്കുന്നു. നമുക്ക് ഇന്ന് തന്നെ മകരവിളക്കിന്റെ ദിവസം തന്നെ മോഹിനീസുതനെ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റി. അതുകൊണ്ട് വളരെ ഭാഗ്യമാണ്. എല്ലാ തരത്തിലും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും. ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാഭാഗോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ. ഇന്നത്തെ ദിവസം ഭഗവാന്റെ അവതാരം കൂടി നമുക്ക് കാണാൻ പറ്റി. അതൊരു മഹാഭാഗ്യം. ഇത് തന്നെ എന്താ പറയുന്നത്, ഇതൊക്കെയാ പറയുന്നത് ആകസ്മികമായിട്ട് ആയിക്കഴിഞ്ഞാൽ പോലും എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വരുമ്പോഴേ നമുക്ക് കൂടുതൽ ഇതിനകത്ത് ആ ഒരു വിശ്വാസം, ഭഗവാൻ എങ്ങനെയാ ഇങ്ങനെയൊക്കെ ഓരോ തരങ്ങളിലും ഇങ്ങനെ കൊണ്ടുവരുന്നതിന് നമുക്കങ്ങ് അതിശയപ്പെട്ടു പോകുക എന്നുള്ളത്. ആ സമയം പോയി. അതുകൊണ്ട് ഭഗവാന്റെ തൃക്കാൽക്കല്, ഗുരുവായൂരപ്പന്റെ തൃക്കാൽക്കല് നമ്മള് ഈ ദശകം സമർപ്പിച്ചുകൊണ്ട് നമുക്കിപ്പൊ ഇവിടെ നിർത്താം. എന്നിട്ട് നാളെ വാമനാവതാര ഭയങ്കര ഒരു നല്ല ടോപ്പിക്കാണ്. നമുക്ക് നാളെ ആ വാമനാവതാരം ചർച്ച ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടാവുമോന്ന് എനിക്കറിയില്ല. ഉണ്ടാകുന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരാം. എന്നിട്ട് ചോദിക്കൂ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ.